നോക്കി പറ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് മണപ്പുറത്ത് നമ്മളുടെ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് മണപ്പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. നല്ല ക്രൗഡായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കും നല്ല ലൈറ്റ്നിങ്ങും. അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനായിട്ട് ദേവു തന്നെ ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഭയങ്കര വാശിയായിരുന്നു, ഇപ്പം തന്നെ വേണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം, എന്നിട്ട് നമുക്ക് മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അയാൾ സമ്മതിച്ചില്ല, ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ചു. ആൻഡ് ഇതിലൊന്നും നമ്മൾ കയറിയില്ല, കാരണം അത്യാവശ്യം ഡിലേ ആയിട്ടായിരുന്നു പോയത്. ഫസ്റ്റ് തന്നെ അമ്പലത്തിൽ കയറിയിട്ട് തൊഴുതു. നമ്മൾ നേരെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി വടയും ചായയും കഴിച്ചു. ഇന്ത്യൻ കോഫി ഹൗസ് എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നൊരു സ്പേസാണ്. ഇപ്പോൾ ഇയാളെ വാങ്ങിച്ച സാധനം ഞാൻ പിടിച്ചിട്ട് ഈ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ ദേവു കയറിയായിരുന്നു. അത്യാവശ്യം ക്യൂ ഒക്കെ പാലിച്ച് ആളുടെ എൻ്റർടൈൻമെൻറ്റിലേക്ക് കടക്കുകയായിരുന്നു. കുറേ പിള്ളേരുണ്ടായിരുന്നു അവിടെ. ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഒറ്റ പിള്ളേർ പോലും മര്യാദക്ക് കറക്റ്റ് ടൈമിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടില്ല. അച്ഛൻ്റെ നോട്ടം ദേവു എന്തൊക്കെയാണ് അവിടെ ചെയ്ത് കൂട്ടുന്നതെന്നൊക്കെ ആയിരുന്നു. കുറച്ചധികം ടൈം അങ്ങനെ സ്പെൻഡായി. കൊച്ച് നല്ല ഹാപ്പി ആയിരുന്നു. അവർക്ക് അത്യാവശ്യം കുറേ കൂട്ട് കിട്ടി അവിടെ. ഇതെല്ലാം കഴിഞ്ഞ് റിട്ടേൺ താഴത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇയാളുടെ തലയിൽ നിന്നൊരു ക്ലിപ്പ് അഴിഞ്ഞു വന്നിട്ട് അതെനിക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പങ്കപ്പാട്. പക്ഷെ അത് അയാൾ തന്നെ ക്ലിപ്പ് ചെയ്തു, പിന്നെയും കയറി. അങ്ങനെ കുറച്ചധികം ടൈം അങ്ങനെ തന്നെ പോയി. പിന്നെ ഇയാൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അന്വേഷിച്ച് അങ്ങോട്ട് ഒറ്റയ്ക്ക് നടന്നു. പക്ഷെ ഞാൻ വിളിച്ചു റിട്ടേൺ വന്നു. ഈ തിരക്ക് പിടിച്ച് ഓടുന്നത് മരണക്കിണർ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി ഞാനിതുവരെ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ ആലുവയിൽ വന്നിട്ട് സെക്കൻഡ് ടൈമാണ് മണപ്പുറത്ത് പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു കിങ് കോങ്ങിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്, ഇയാളത് കണ്ടിട്ട് പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മരണക്കിണർ. ഇവർ അത്യാവശ്യം ഒരു 3 കാറും 2-3 ബൈക്കും അങ്ങനെ ആയിരുന്നു ഇവർ റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തൊരു 2-3 ലേഡീസ് ഉണ്ടായിരുന്നു. അവർ ഈ കാറിന് മേലെ കിടന്നിട്ട് ഇവർ നല്ല സ്പീഡിനെ ഓടിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ വോയിസ് ഉണ്ട് കേട്ടോ, ഈ പലകകളാണ് അവിടെ അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അതിന് നല്ല വോയിസായിരുന്നു. ഇയാൾക്ക് ആ കിങ്കോങ്ങിനെ കണ്ടിട്ടുള്ള ടെൻഷനാണ് ഈ കാണുന്നത്. ഗുണ കേവ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് ഈ ഫോറസ്റ്റിലേക്ക് കയറുന്നത് പോലെ കുറച്ച് എന്തൊക്കെയോ ഓരോ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അതിനിടയ്ക്ക് ഏട്ടൻ കൊച്ചിനെ ചെറുതായിട്ട് പേടിപ്പിച്ച് അവൾ ചെറുതായിട്ടൊന്ന് ചിണുങ്ങി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ മൈൻഡൊക്കെ മാറ്റാനായിട്ട് കുഴപ്പമൊന്നുമില്ല, അതേ അവിടെ മാൻ ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പിന്നെ ഓക്കെ ആയി. വോയിസും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ അത്യാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസാണ്. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ അത്രക്ക് പരിപാടിയൊന്നുമില്ല. പക്ഷേ എന്നാലും വൺ ടൈം എക്സ്പീരിയൻസിനൊക്കെ ഇത് അത്യാവശ്യം നല്ലതാണ്. നമ്മൾ ഈ അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് മേടിക്കണം എന്നൊക്കെയുള്ളൊരു ആ ഒരു ഏജിൽ നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഡൂയുവിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡ് ഒരു ഏജ്, ആ ഒരു ടൈം നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഞങ്ങളെ 2 പേരെയും ഡൂയുവിൻ്റെ ഈ ഒരു ഏജിൽ അവൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഇതും ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ. കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന സകല സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഷുഗർ പഫ് എനിക്കത്ര ഇഷ്ടമല്ല. നോർമലി ഇത് വാങ്ങിച്ചു കൊടുക്കാറില്ല. പിന്നെ 1-2 പിള്ളേർ വാങ്ങുന്ന കണ്ടപ്പോൾ ഇയാൾ കരഞ്ഞ് വഷളായപ്പോൾ വാങ്ങിച്ചു കൊടുത്തതാണ്.
1-2 ബൈറ്റ് എടുത്തപ്പോഴേക്കും അയാൾക്കത് മതിയായി. ആൻഡ് ഇന്നത്തെ കുട്ടി വ്ലോഗ് അത്രയേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് നല്ല ടയർഡായി വീട്ടിൽ വന്നപ്പോൾ ചെറിയ സ്മൂത്തിയൊക്കെ കുടിച്ച് നല്ലൊരു ഡേ ആയിരുന്നു, നല്ലൊരു ഈവനിങ് ആയിരുന്നു, അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ മണപ്പുറം വ്ലോഗ് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫുൾ ഓഫ് സ്നേഹം. ഗുഡ് നൈറ്റ്. The Curl Life Stories.